നമസ്കാരം പ്രിയരെ, സർവം കൃഷ്ണാർപ്പണമസ്തു. ജയശ്രീ രാധേ രാധേ. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നും ഭഗവാനെ കാണാൻ അമ്പലങ്ങളിൽ പോകാൻ പറ്റാറുണ്ടോ? അങ്ങനെ അമ്പലങ്ങളിലെ പരിസരങ്ങളിൽ താമസിക്കുന്നവർക്ക് പറ്റാറുണ്ടായിരിക്കും. പിന്നെ പലർക്കും ഇപ്പോൾ ഗുരുവായൂരപ്പനെ കാണാനെന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്നല്ല, കേരളത്തിൻ്റെ പുറത്തിൽ നിന്നും ഒരുപാട് പേര് വരാറുണ്ട്. ഇപ്പോൾ ഗുരുവായൂർ ഭാഗത്തുള്ളവർ അമ്പലത്തിൻ്റെ പരിസരത്ത് താമസിക്കുന്നവർക്കൊക്കെ എന്നും ചെന്ന് കണ്ണനെ ദർശിക്കാനാവും. കാരണം അവിടെ പ്രത്യേകിച്ചൊരു സൗകര്യമൊക്കെ അവിടത്തുകാർക്ക് വേണ്ടിയിട്ട് പ്രവേശിക്കാൻ ഒരു വാതിലും വഴിയെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് മെയിൻ, അതായത് പ്രധാനപ്പെട്ട വരിയിൽ നിൽക്കാതെ തന്നെ പോയി ഭഗവത് ദർശനം സാധ്യമാണ്. അപ്പോൾ അത് അല്ലാത്തവരെന്ത് ചെയ്യും? അല്ലാത്തവർ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഭഗവാന്റെ പാദങ്ങളിൽ നമുക്ക് മനസ്സുകൊണ്ട് നമസ്കരിച്ച് പ്രാർത്ഥിക്കാം. ഭഗവാന് അങ്ങനെ ചെയ്യുന്ന മാനസ പൂജ ഭഗവാന് ഒരുപാട് ഇഷ്ടമാണ്. അത് ഭഗവാൻ സ്വീകരിക്കുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് സൗകര്യമുള്ളവർ അമ്പലങ്ങളിൽ പോയി ഭഗവാനെ കാണുന്നത് പോലെ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഒരിക്കലും ഒരു ഭക്തരും വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ മനസ്സുകൊണ്ട് അർപ്പിക്കുന്ന, അതായത് മാനസികമായ നമ്മുടെ സമർപ്പണമാണ് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഭക്തി എന്ന് പറഞ്ഞാൽ സമർപ്പണമാണ്. ആ മനസ്സായുള്ള സമർപ്പണം നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാന്, ഗുരുവായൂരപ്പന്, നമ്മുടെ കണ്ണന് ഒരുപാട് ഇഷ്ടമാണ്. ഇതെല്ലാം ഒരാൾ തന്നെയാണ്. ഈ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ കൃഷ്ണനും കൃഷ്ണൻ്റെ തന്നെ ഉണ്ണിപ്പേരാണ് കണ്ണൻ. കണ്ണൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ് കണ്ണൻ എന്ന ആ വിളിപ്പേര്. കണ്ണാന്ന് വിളിച്ചാൽ കണ്ണൻ നമ്മുടെ മനസ്സിനകത്തേക്ക് ഓടിക്കയറും. അതാണ് കണ്ണ എന്നുള്ള വിളിയുടെ പ്രത്യേകത. ഉണ്ണിക്കണ്ണൻ, കണ്ണാന്ന് നിങ്ങൾ എത്ര വേണമെങ്കിലും വിളിച്ചോ, ഉണ്ണിക്കണ്ണൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും കേട്ടോ. ഓരോ ഭക്തരും അത് മനസ്സിലാക്കി വയ്ക്കുക. ഭഗവാൻ ഏറെ ഇഷ്ടമാണ് കണ്ണ എന്നുള്ള വിളി കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ആവർത്തിച്ച് പറയുകയാണെന്ന് കരുതരുത്. അമ്പലങ്ങളിൽ തന്നെ പോകണമെന്നില്ല. അതിന് സൗകര്യമില്ലാത്തവർ മനസ്സുകൊണ്ട് സമർപ്പിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുക. ഭഗവാൻ എന്നും എല്ലായ്പ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഇപ്പോൾ സൗകര്യമുള്ളവർ അമ്പലങ്ങളിൽ പോട്ടെ. പിന്നെ ഈ ഗുരുവായൂർ അമ്പലത്തിന് വാസ്തുപരമായ ചില പ്രത്യേകതകളുണ്ട്. അങ്ങനെ ഗുരുവും വായുവും ഒന്നായി നിൽക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെയാണ് ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞ ഗുരുവായൂർ എന്ന പേരുമൊക്കെ വന്നത്. അതിൻ്റെ കഥകളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് കേട്ടിട്ടുണ്ടാവും. വാസ്തുപരമായ ആ ഒരു പ്രത്യേകത കൊണ്ട് തന്നെ അവിടെ ഈ രോഗശാന്തിക്ക്, പലവിധമായ രോഗശാന്തിക്ക് നമ്മൾ ആ അമ്പലത്തിൻ്റെ പരിസരത്തേക്ക് നമ്മൾ പ്രവേശിച്ചാൽ തന്നെ പല രോഗങ്ങളും നമ്മിൽ നിന്ന് അകലും എന്നാണ് ഒരു ഐതിഹ്യമുള്ളത്. അത് ആ വാസ്തുപരമായ പ്രത്യേകത കൊണ്ട് ഭഗവത് സാന്നിധ്യം അവിടെ അധികമാണ്. ഭഗവാന്റെ ചൈതന്യത്തിൻ്റെ പ്രഭാവം അവിടെ അധികമാണ്. അതുകൊണ്ട് തന്നെ പലവിധമായ രോഗശാന്തികൾക്ക് നമ്മൾ ആ മണ്ണിൽ പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് ആശ്വാസം ലഭിക്കുന്നതാണ്. ഒരു തവണ പോയിട്ട് ചിലപ്പോൾ മാറണമെന്നില്ല. പല തവണ നമ്മൾ ആ മണ്ണിലേക്ക് പ്രവേശിച്ച് അവിടെ ചെന്ന് ഭഗവത് ദർശനം നടത്തി പ്രാർത്ഥിച്ച് വന്നു കഴിഞ്ഞാൽ പല രോഗങ്ങളും പൂർണ്ണമായി തന്നെ മാറുന്നതാണ്. അത് ആ മണ്ണിൻ്റെ വാസ്തുപരമായ പ്രത്യേകതയും അവിടെ അതിനാൽ തന്നെയുള്ള ഭഗവത് സാന്നിധ്യത്തിൻ്റെ പ്രഭവം അവിടെ കൂടുതലാണ്. അതൊക്കെ കൊണ്ട് തന്നെ അവിടെ ഗുരുവായൂർ അമ്പലത്തിൽ പോയാൽ പല പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരം ഉണ്ടാകുന്നതാണ്. ഭഗവാനുള്ള അർച്ചനകളൊക്കെ ചെയ്യുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഭഗവാന്റെ പാദങ്ങൾ മനസ്സിൽ, മുഖവും ശരീര സൗന്ദര്യവും നമ്മൾ പിന്നീട് മാത്രം ചിന്തിക്കുക. ഭഗവാന്റെ തൃപ്പാദങ്ങൾ ചിന്തിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. കാരണം ഈ ദൈവങ്ങളുടെ ദൈവമാണ് മഹാവിഷ്ണു എന്ന് പറയുന്നത്. അതായത് ആദിദൈവം, ആദിശേഷൻ എന്നൊക്കെ പറയുന്നത് കേട്ടില്ലേ? ആദിശേഷശായി എന്ന പാട്ട് വരെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് പറഞ്ഞാൽ ആദിദൈവം എന്ന് പറയുന്നത് ശ്രീ മഹാവിഷ്ണുവാണ്.
ഈ മഹാവിഷ്ണുവിൽ നിന്നാണ് ബാക്കിയുള്ള ദൈവങ്ങളെല്ലാം തന്നെ. പറഞ്ഞു കേട്ടിട്ടില്ലേ, 33 അതായത് 33,000 കോടി ദൈവങ്ങൾ, ഹിന്ദു ദൈവങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അതൊക്കെ ഈ അന്യമതക്കാർ നമ്മളെ പറഞ്ഞ് കളിയാക്കും, ഒരുപാട് ദൈവങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അത് എന്ന് പറയുന്നത് അതൊരു വളരെ സത്യമാണ്. കാരണം അത് സിസ്റ്റമാറ്റിക് ആയിട്ടാണ്. കാരണം ഭഗവാനെ കൊണ്ട് ഇത്രയേറെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് ഒരു ദൈവത്തിന് എല്ലായിടത്തും കണ്ണെത്തുകയോ ചെയ്തു തീർക്കാനോ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ദൈവങ്ങളെ സൃഷ്ടിച്ച് അവരിലൂടെ മനുഷ്യരുടെ കാര്യങ്ങൾ നടത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയേറെ ദൈവങ്ങളുള്ളത്. അപ്പോൾ വിഷ്ണു ഭഗവാന് ഇത് എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് വിഷ്ണുവിൽ നിന്ന് ശിവനുണ്ടായി. ശിവനെ സംഹാരമേൽപ്പിക്കുകയും വിഷ്ണുവിൽ നിന്ന് ബ്രഹ്മാവുണ്ടായി. ബ്രഹ്മാവിനെ സൃഷ്ടി ഏൽപ്പിക്കുകയും പിന്നെ ഇതെല്ലാം പ്രപഞ്ചത്തിൻ്റെ സ്ഥിതി നിലനിർത്തുക എന്ന ഒരു ജോലിയാണ് ഭഗവാൻ ഏറ്റെടുത്തിട്ടുള്ളത്. വിഷ്ണു ഭഗവാൻ, നമ്മുടെ നാരായണൻ ഏറ്റെടുത്തിട്ടുള്ളത് സ്ഥിതി നിലനിർത്തലാണ്. ആ സ്ഥിതി നിലനിർത്തുന്ന ജോലി സ്വയം ഏറ്റെടുത്തിരിക്കുകയാണ്. സൃഷ്ടി, സ്ഥിതി, സംഹാരം, അങ്ങനെ 3ആയിട്ട് വിഭജിച്ച് കൊടുത്തിട്ടുള്ളതാണ്. അത് പ്രത്യേകിച്ച് മനസ്സിലാക്കുക. പിന്നെ ഓരോ മനുഷ്യരുടെ ഓരോ കാലത്തെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് ഭഗവാൻ അവതാരമായി വന്ന് അത് നടത്തി കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഉണ്ടായത്. ശ്രീകൃഷ്ണ ഭഗവാനായിട്ട് മഹാവിഷ്ണു അവതരിച്ചതിന് ശേഷം പിന്നീട് ഉള്ള എല്ലാ അവതാരങ്ങളും ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണനെ അവതാരങ്ങളുടെ അവതാരം എന്ന് പറയുന്നത്. അതായത് മഹാവിഷ്ണു പോലും തൻ്റെ അവതാരമായ ശ്രീകൃഷ്ണനെ ബഹുമാനിക്കുന്ന ഒരു ബഹുമാനിക്കുന്ന ഒരു അവതാരമാണ്. സ്വന്തം അവതാരമായ ശ്രീകൃഷ്ണനെ മഹാവിഷ്ണു ബഹുമാനിക്കുന്നു. അത്രയേറെ പവർഫുള്ളാണ്, ശക്തി ആണ് ശ്രീകൃഷ്ണ ഭഗവാനിലുള്ളത്. അതുകൊണ്ടാണ്. പിന്നെ കൃഷ്ണനെ പലരും വിവരമില്ലായ്പോണ്ട് ഒരുപാട് സ്ത്രീകൾക്കൊപ്പം കറങ്ങി നടക്കുന്ന ഒരാളെന്ന രീതിക്കൊക്കെ കളിയാക്കുന്നവരുണ്ട്. അത് അവരുടെ അറിവില്ലായ്മയാണ്. ഭഗവാൻ എന്താണെന്ന് അറിയാത്ത വിഡ്ഢികളാണ് അത്തരം കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് നീ ആളൊരു കൃഷ്ണനാണല്ലോടാ, കൃഷ്ണൻ്റെ ലീലകളൊക്കെ നിന്നിലുണ്ടല്ലോടാ എന്നൊക്കെ പറഞ്ഞ് പലരും കളിയാക്കും. അത് അവരുടെ അറിവില്ലായ്മയാണ്. അത് ഭഗവാൻ തന്നെ പൊറുക്കട്ടെ അവരെയൊക്കെ എന്ന് വേണം പറയാനുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ പ്രഭാഷണം ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയശ്രീ രാധേ.